ഫിഫ ലോകകപ്പിൽ ആദ്യ ജയം ലക്ഷ്യമിട്ട് വമ്പന്മാർ എന്ന കളത്തിലേക്ക് എത്തുകയാണ്. സ്പെയിൻ സൗദി അറേബ്യയും ബെൽജിയം ഇറാനെയും നേരിടും. കേപ്പ് വെർദെയുടെ സമനിലയിൽ കുടുങ്ങിയതിന്റെ ക്ഷീണത്തിലാണ് മുൻ ലോക ചാമ്പ്യന്മാരായ സ്പെയിൻ. ഗോൾ അടിക്കാൻ മറന്ന മുൻനിരയാണ് സ്പെയിന്റെ പ്രധാന തലവേദന. മുന്നേറ്റത്തിൽ കളിച്ച മിക്കൽ ഒറേസബാലിന് ആദ്യ 30 മിനിറ്റിൽ ബോളൊന്ന് തൊടാൻ പോലുമായില്ല. ബോൾ പൊസിഷനിലും പാസിന്റെ എണ്ണത്തിലും മുന്നിട്ട് നിന്നിട്ടും കേപ്പ് വെർദെക്കെതിരെ ഗോളടിക്കാൻ സ്പാനിഷ് അർമാഡകൾക്കായില്ല. ഈ പ്രശ്നം പരിഹരിച്ചാൽ ലൂയിസ് ഫിയോന്റെക്ക് കാര്യങ്ങൾ എളുപ്പമാകും. കഴിഞ്ഞ മത്സരത്തിൽ പകരക്കാരെ കളത്തിലിറങ്ങിയ ലെമീൻ യമാലും നിക്കോ വില്യംസും ആദ്യ ലെവലിൽ തിരിച്ചെത്താൻ സാധ്യത കുറവാണ്. യുറുഗ്വേയെ സമനിലയിൽ തളച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് സൗദി എത്തുന്നത്. ഇന്ത്യൻ സമയം രാത്രി 9:30 മത്സരം. ഈജിപ്തിനോട് സമനിലയിൽ കുരുങ്ങിയാണ് ബെൽജിയത്തിന്റെ വരവ്. തോൽവിയിൽ നിന്ന് രക്ഷപ്പെട്ടത് സെൽഫ് ഗോളിൽ. ഗോളടിക്കാത്ത മുന്നേറ്റ നിര തന്നെയാണ് ബെൽജിയത്തിന്റെയും തലവേദന. ഗ്രൂപ്പിൽ നിന്ന് അടുത്ത റൗണ്ടിലേക്ക് മുന്നേറണമെങ്കിൽ ബെൽജിയത്തിൽ നിന്ന് ജയിച്ചേ തീരൂ. മറുവശത്ത് ന്യൂസിലൻഡിനെ സമനിലയിൽ തളച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഏഷ്യൻ കരുത്തരായ ഇറാൻ. കളത്തിനകത്തും പുറത്തും ഒരേപോലെ പൊരുതുകയാണ് ലോകകപ്പിൽ ഇറാൻ. രാത്രി 12:30 മത്സരം. 2 വട്ടം ചാമ്പ്യന്മാരായ യുറുഗ്വേക്ക് കേപ്പ് വെർദെയാണ് എതിരാളികൾ. ദുർബലമായ മുന്നേറ്റ നിരയുമായി വോസിഞ്ഞയെയും സംഘത്തെയും എങ്ങനെ മറികടക്കുമെന്നതാണ് ചോദ്യം. കരുത്തരായ സ്പെയിനിനെ സമനിലയിൽ തളച്ചത് കേപ്പ് വെർദെയുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കിയിട്ടുണ്ട്. സ്പെയിനെതിരെ പുറത്തെടുത്ത പ്രതിരോധ പൂട്ട് തന്നെയാകും യുറുഗ്വേക്കെതിരെയും പുറത്തെടുക്കുക. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.